നീ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഈ ആഴ്ച തന്നെ നടന്നിരിക്കും. അമ്മേ, ഞാൻ രമ്യയുടെ വീട് വരെ പോവാണേ. ഹലോ, നീ എന്താ എന്നെ വെല്ലുവിളിക്കുകയാണോ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാടി എന്നോട് ചതി ചെയ്തത്? നിനക്ക് ഞാനിത് എന്തിനാ ചെയ്തതെന്നറിയാമല്ലേ? ചെറുപ്പം മുതലേ എനിക്ക് നിന്നോട് അസൂയായിരുന്നു. എനിക്ക് കിട്ടാത്ത പലതും നിന്റെ ലൈഫിൽ കിട്ടുന്നത് ഞാൻ കണ്ടു. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. അന്ന് തൊട്ട് വെള്ളാഴ്ച വന്ന് എന്നെയും എൻ്റെ ചേട്ടനെ തല്ലുന്ന അച്ഛനെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നിന്റെ ഒരു ഹാപ്പി ലൈഫ് ഞാൻ കണ്ടു. അന്നോട്ട് എനിക്ക് നിന്നോട് അസൂയ. ആ അസൂയ എന്നോട്ടാണ് നിന്നോടുള്ള വെറുപ്പായി മാറിയെന്ന് എനിക്കറിയാം. നിന്റെ ഓരോ കരച്ചിലും ഞാൻ ആസ്വദിച്ചിട്ടേ ഉള്ളൂ. അന്ന് നീ ഫോൺ ഹാക്കായെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ കരഞ്ഞില്ലേ, അത് ഞാൻ ശരിക്കും ആസ്വദിച്ചു. നീ പോയി പോലീസിനെയോ പട്ടാളത്തിനെയോ എന്ത് വേണമെങ്കിലും വിളിച്ചോണ്ട് വന്നു. ഞാനൊരു പോലീസിനെ പട്ടാളത്തിനെ ഒന്നും വിളിക്കുന്നില്ല. നിന്നെ പരിചയപ്പെട്ട അന്നോട്ട് നീ എൻ്റെ ഫ്രണ്ട് മാത്രമല്ലായിരുന്നു, എൻ്റെ സ്വന്തം കൂടപ്പുറപ്പായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും നിന്നെ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളത്. അവരെന്തോരം നിന്നെ സ്നേഹിച്ചതാ. ഇവിടെ എത്തും വരെ നീ ആയിരിക്കല്ലേ ഇത് ചെയ്തതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. രമ്യ, നീ എന്താടി അവളെ പോലീസിൽ ഏൽപ്പിക്കാത്തത്? അവൾ വളർന്ന സാഹചര്യമാണ് അവളെ എങ്ങനെയാക്കി മാറ്റിയത്. ഇപ്പോൾ അവൾക്ക് വേണ്ടത് ഒരു മെൻ്റൽ സപ്പോർട്ടാണ്. അതെനിക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനത് കൊടുത്തില്ലെങ്കിൽ നാളെ അവളെല്ലാവർക്കും നഷ്ടപ്പെടും.